ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ എവിടേക്കല്ല, നമ്മളെ ഉണ്ണിയാല ബീച്ചിക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. നമ്മളെ ജോയമോൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര കുറുമ്പുണ്ടായിരുന്നു കേട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിലൊക്കെ നമ്മൾ പാർട്ടി വെയറൊക്കെ ഇട്ടിട്ട് എന്തിനാ ബീച്ചിലേക്ക് എന്നാവൂലേ, ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവാം. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ നമ്മളിന്ന് വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ വന്നില്ലേ. അങ്ങനെ ഞങ്ങൾ മെയിൻ എൻട്രി കൂടെ കയറാതെ ഞങ്ങൾ കുറുക്കു വഴിയിലൂടെയൊക്കെ കയറി മറിഞ്ഞ് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര അഡ്വാൻറ്റേജൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്ന് വന്നിട്ടോ. അമ്മക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഏതായാലും നമ്മൾ സ്ഥലത്തെത്തിട്ടോ. ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ആകെ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ ഉപ്പിലിട്ടതും കുറേ ഫുഡ് ഐറ്റംസും ഇരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ കൂടുതൽ ആൾക്കാർ, ഞാനും സുഖം കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളൊന്ന് അവിടെ ഇരുന്നു ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും ഫോട്ടോസ് വീഡിയോസ്. നമ്മൾ പോകുന്നത് ഇതിനൊക്കെ തന്നെയല്ലേ, ഒരുപാട് ഫോട്ടോസ് എടുക്കണം, ഒരുപാട് വീഡിയോസ് എടുക്കണം, റീൽ എടുക്കണം, ഷോർട്ട് എടുക്കണം, ഇതൊക്കെ തന്നെ. അങ്ങനെ നമ്മളെ സോയമോള് ഫുള്ള് ഹാപ്പി ഇട്ടാ. അവളെ ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് അവൾ ഫുള്ള് ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളെ സോയമോളെ ചെറിയൊരു ഫോട്ടോഷൂട്ടാട്ടോ. ഫോട്ടോഷൂട്ട് എന്നൊന്നും പറയാനില്ല, കുറച്ച് നേരം അവൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞ് അമ്മ ഒരുപാട് നേരം കുട്ടീനെ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ ഇറങ്ങിട്ടോ. നമ്മളെ സെനുവിനെ തീരെ നമുക്ക് അവിടെ അടങ്ങി നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഫുള്ള് കളി. അവൾക്ക് കടലിൻ്റെ അടുത്തേക്ക് പോവാനും വെള്ളത്തിൽ കളിക്കാനും അങ്ങനെ വാശിയും കരച്ചിലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ സെക്കു വെള്ളത്തിൽ ഇറക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അവൾ ആര് വെള്ളത്തിലിറക്കൊന്നും വേണ്ട, അവൾ ഒറ്റയ്ക്ക് ഇറങ്ങിക്കോളും. അങ്ങനെ അവൾ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിരുന്നു. ഡ്രസ്സൊന്നും നനയ്ക്കരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കു പറഞ്ഞ് നല്ല നനഞ്ഞിട്ട് എൻ്റെ വണ്ടിക്ക് ഞങ്ങളെ കയറ്റൂല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പുറത്തൊക്കെ നിന്ന് നല്ല ഉണക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാറിൽ കയറാൻ. സോയമോളും സെക്കും കൂടെ നല്ല കളിയിലായിരുന്നു. കുറേ നേരം സെക്കു അവളെ അടുത്ത് നടന്നു. അങ്ങനെ ഞങ്ങളവളെ കൈമാറി ഇങ്ങനെ കളിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാങ്ക് കൊടുക്കാന്നുള്ള സമയമായി എന്ന് കരുതിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ പരിപാടിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഐസ്ക്രീം കഴിച്ചു, ഉപ്പിലിട്ടത് കഴിച്ചു, ചായ കുടിച്ചു, അങ്ങനെ എല്ലാവരും ചില്ലറ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.